أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 134-ാമത്തെ ആയത്താണ് ഇപ്പോൾ കേട്ടത്. ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: യാക്കൂബിന് മരണം ആസന്നമായപ്പോൾ നിങ്ങൾ സന്നിഹിതരായിരുന്നുവോ? എനിക്കു ശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക എന്ന് അദ്ദേഹം തൻ്റെ മക്കളോട് ചോദിച്ച സന്ദർഭത്തിൽ അവർ പറഞ്ഞു, അങ്ങയുടെ ദൈവത്തെ, അതായത് അങ്ങയുടെ പിതാക്കളായ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് എന്നിവരുടെ ആരാധ്യനായ ഏകദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നതാണ്. ഞങ്ങൾ അവനു മാത്രം കീഴ്പ്പെടുന്നവരുമാകുന്നു. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണിത്. സയ്യിദന ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ ആയത്തിൽ ഇദ് ഹളറ യാക്കൂബൽ മൗത്ത് എന്നതിൻ്റെ അർത്ഥം ഹദ്റത്ത് യാക്കൂബ് അലൈഹിസ്സലാമിന് മരണം ആസന്നമായപ്പോൾ എന്നാണ്. ചിലർ ഇതിന് മരിക്കുന്ന അവസ്ഥയിൽ എന്ന് അർത്ഥം നൽകിയിട്ടുണ്ട്. അതായത് ഹദ്റത്ത് യാക്കൂബ് അലൈഹിസ്സലാം മരിക്കുന്ന സമയത്ത് പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന് മരണം അടുത്തപ്പോൾ അദ്ദേഹം തൻ്റെ മക്കളോട് വസിയത്ത് ചെയ്യുകയാണ്. മക്കളോട് ചോദിക്കുന്നു, എനിക്കു ശേഷം, എൻ്റെ കാലശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? അപ്പോൾ അവർ മറുപടി പറഞ്ഞു, ഖാലു നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക, അങ്ങയുടെ ദൈവത്തെ, അതായത് അങ്ങയുടെ പിതാക്കളുടെ, പൂർവ്വപിതാക്കളുടെ ദൈവത്തെ. ഈ സന്ദർഭത്തിൽ ഒരു ചോദ്യം ഉദിക്കുന്നുണ്ട്. അതായത് നഅ്ബുദു ഇലാഹക, അങ്ങയുടെ ദൈവത്തെ, അങ്ങയുടെ ആരാധ്യനെ എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വ ഇലാഹ ആബായിക ഇബ്രാഹിമ വ ഇസ്മായില വ ഇസ്ഹാഖ ഇലാഹം വാഹിദ, അങ്ങയുടെ പിതാക്കളായ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് എന്നിവരുടെ ആരാധ്യനായ ഏകദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ് എന്ന് പ്രത്യേകം പറയേണ്ടതിൻ്റെ ആവശ്യമെന്താണ്? ഹസ്രത്ത് യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെ ആരാധ്യൻ തന്നെയാണല്ലോ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെയും ആരാധ്യൻ. അതുപോലെ തന്നെ ഹസ്രത്ത് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെയും ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിൻ്റെയും എല്ലാം. ഇതിലുള്ള ഹിക്മത്ത് ഇതാണ്. അതായത് അള്ളാഹു തൻ്റെ അസ്തിത്വത്തെ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലുമായിരിക്കും വെളിപ്പെടുത്തുന്നത്. അവൻ്റെ പ്രൗഢഭാവവും സൗന്ദര്യ രൂപവും വ്യത്യസ്ത രൂപത്തിലാണ് വെളിപ്പെടുന്നത്. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു രൂപത്തിലായിരുന്നു. ഹസ്രത്ത് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിൽ വ്യത്യസ്ത ഭാവത്തിലാണ് വെളിപ്പെടലുണ്ടായത്. അതുപോലെ തന്നെ ഹസ്രത്ത് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിലും മറ്റൊരു രൂപത്തിൽ വെളിപ്പെടുകയുണ്ടായി. ആയതിനാൽ അവരുടെ സന്താനങ്ങൾ തങ്ങളുടെ പൂർവികരുടെ പേരെടുത്തുകൊണ്ട് പറഞ്ഞതിൻ്റെ പൊരുൾ അവർക്ക് അള്ളാഹുവിൻ്റെ രൂപം പ്രത്യക്ഷമാകുന്ന എല്ലാ ഭാവങ്ങളെക്കുറിച്ചും ശരിയായ ബോധ്യമുണ്ടായിരുന്നു എന്നാണ്. ഞങ്ങൾ ഹദ്റത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതവും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൽ പ്രത്യക്ഷപ്പെട്ട അള്ളാഹുവിൻ്റെ ഒളിയും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹദ്റത്ത് ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെയും ഹദ്റത്ത് ഇസാഖ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. ഇത് പറഞ്ഞുകൊണ്ട് അവർക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള തിരിച്ചറിവും വിശ്വാസവും എത്രമാത്രമാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ടും ഞങ്ങൾ അവിശ്വാസികളാകുമോ? വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവന് മാത്രം കീഴ്പ്പെടുന്നവരാകുന്നു, ഞങ്ങൾ മുസ്ലിംകളാകുന്നു. ഇതിനു മുൻപുള്ള ആയത്തിൽ ഫലാ തമൂത്തുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ എന്ന് പറഞ്ഞതിൻ്റെ മറുപടിയാണ്
വ നഹ്നു ലഹു മുസ്ലിമൂൻ എന്നത്. അതായത് നിങ്ങൾ അള്ളാഹുവിനോട് പരിപൂർണമായ അനുസരണം പുലർത്തുന്നവരായിട്ടല്ലാതെ മരിക്കരുത് എന്നതിൻ്റെ മറുപടി. ഇവിടെ മുസ്ലിം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. ആ സമയത്ത് ഹസ്രത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ആഗമനം ഉണ്ടായിട്ടില്ല. ഇവിടെ മുസ്ലിം എന്ന പദം ഉപയോഗിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ മതത്തിൻ്റെയും യഥാർത്ഥ വിശ്വാസികൾ മുസ്ലിം ആണെന്ന് വ്യക്തമാക്കാം. അള്ളാഹുവിലും അവൻ്റെ ദൂതരിലും വിശ്വസിക്കുന്ന എല്ലാവരും മുസ്ലിം ആകുന്നു. ഹദ്റത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അള്ളാഹു സ്വയം മുസ്ലിം എന്ന് നാമകരണം ചെയ്യുകയുണ്ടായി. അത് ഖിയാമത്ത് നാൾ വരെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നതാണ്. കാരണം സ്ഥായിയായി നിലനിൽക്കുന്ന ഒന്നിനാണ് അള്ളാഹു നാമകരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ കലിമ, മറ്റു പ്രവാചകന്മാർക്ക് പ്രത്യേകം കലിമ ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന് അള്ളാഹു പ്രത്യേകം ഒരു കലിമ നൽകി. മുസ്ലിങ്ങൾ പിന്നീട് വ്യത്യസ്ത കലിമകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും, ഉദാഹരണത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹു ഈസ റൂഹുല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹു ആദമു സഫിയുല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹു മൂസ കലീമുല്ലാ തുടങ്ങിയ കലിമകൾ. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്നാൽ വാസ്തവത്തിൽ ഹസ്രത്ത് ആദം മുതൽ ബനി ഇസ്രായേലിലെ അവസാന പ്രവാചകൻ വരെ ഒരു കലിമയും ഉണ്ടായിരുന്നില്ല. ചുരുക്കത്തിൽ ഈ ഉമ്മത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഉമ്മത്തായതുകൊണ്ട് അള്ളാഹു അതിന് മുസ്ലിം എന്ന് നാമകരണം ചെയ്തു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ എന്ന പേര് നൽകിയതും അള്ളാഹുവാണ്. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കേൾക്കാവുന്നതാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വ ആലി മുഹമ്മദ് വബാരിക് വസല്ലിം ഇന്നക ഹമീദും മജീദ്.